കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദലിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കും. കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അറിയിച്ചു. വിവരങ്ങളുമായി അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു ഹർത്താലാണ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ എങ്ങനെയാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത്? അമൽ, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ ശിക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനുമൊക്കെ പോലീസ് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 50-ലധികം വരുന്ന ദലിത് സംഘടനകൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഹർത്താലിൽ ജനജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുകയോ നിർബന്ധിപ്പിച്ച് കടകൾ അടയ്ക്കുകയോ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ദലിത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത് ഈ രോഹിത് ബബുല നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുക, 10 കോടി രൂപ നഷ്ടപരിഹാരം ഈ അഞ്ചരക്കണ്ടിയിലെ കൊല്ലപ്പെട്ട ആത്മഹത്യ ചെയ്ത ദലിത് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന് നൽകുക, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്ന തരത്തിലൊക്കെയാണ് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലൊന്നും അത്തരത്തിലൊരു ഹർത്താലിന്റെ പ്രതീതി നമുക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. നിലവിൽ പൊതുഗതാഗതത്തിന്റെ ഭാഗമായ ട്രാൻസ്പോർട്ട് സർവീസുകൾ, വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തുകളിൽ ഓടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിധത്തിലൊന്നും നമ്മളിപ്പോൾ നിലവിൽ ഹർത്താലിൻ്റെ ഒരു പ്രതീതി തലസ്ഥാനത്ത് കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലുമായി സഹകരിക്കില്ല എന്നും അവർ കടകളൊക്കെ തുറക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കിന്ന് രാവിലെ തന്നെ തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്നത് പോലെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രകടനങ്ങൾ ഈ ദലിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ ഹർത്താലിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരം ഈ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ അവകാശപ്പെടുന്നത് ഈ ദലിത് സംഘടനകളെ കൂടാതെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലുള്ള മറ്റ് സാമൂഹിക ജാതി സംഘടനകളൊക്കെ, സാമുദായിക സംഘടനകളൊക്കെ ഈ ഹർത്താലിൻ്റെ ഭാഗമാവുകയും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുമാണ് അമൽ നിലവിൽ ഈ സംഘടനകളും ഹർത്താലിൻ്റെ നടത്തിപ്പുകാരും അവകാശപ്പെടുന്നത്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.